ഹലോ ഗേസ്, തിരുവനന്തപുരത്തുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തേ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾ സൂവിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരെയും കണ്ടൊന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളിത് കണ്ടോ? ഈ ഒരു ചെടി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ? ആനേൻ്റെ ഷേപ്പിലാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പുറത്തും അപ്പുറത്തും എല്ലാം അവിടെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ലിയമോൾക്കും ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ലിയമോൾ ഉറങ്ങിയ സ്ഥിതിക്ക് എന്തായാലും എഴുന്നേൽപ്പിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ഇത് വാശി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോന്നിനും നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ മനസ്സിലാക്കും എന്തൊക്കെയാണ് എന്താണെന്നുള്ളത്. എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊക്കെ കണ്ടവരുമായിരിക്കും. എന്നാലും ഞങ്ങൾ പോയ സ്ഥിതിക്ക് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വീഡിയോ ആക്കി ഇടുന്നു കേട്ടോ. എൻ്റെ സൗണ്ട് ഓക്കെ ആവുന്നില്ല. ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഓക്കെ ആവുന്നില്ല. നമുക്കങ്ങനെ വീഡിയോ ഇടാണ്ട് ഡെയിലി പറ്റത്തില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് യൂട്യൂബ് ഇത്രയാക്കി കൊണ്ടുവന്നിട്ട് വീഡിയോ ഇടാണ്ടിരുന്നാൽ വീണ്ടും സ്റ്റക്കായി പോകും കേട്ടോ. എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോ, ഓടിപ്പോകുന്നത് കണ്ടോ? ആ സാധനം, ആ കുരുപ്പിന് ഭയങ്കര കുറുമ്പാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടി. വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒട്ടകപ്പക്ഷീനെ കണ്ടാൽ ഒട്ടകപ്പക്ഷീന്നും അല്ലെങ്കിൽ കുരങ്ങിനെ കണ്ടാൽ കുരങ്ങെന്ന് പറയാൻ നമുക്കറിയെങ്കിലും ഇതിന് വേറെ തന്നെ ഒരു നാമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാർ വേണേൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാം പറഞ്ഞു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ സംസാരത്തിന് നല്ല വ്യത്യാസം ഉണ്ടാവും. കാരണം ഞാൻ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു മാപ്പ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇത് പരുന്ത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയട്ടെ. ഇത് നിങ്ങൾ കണ്ടുപോയിക്കോട്ടെ. ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനോ അല്ലെങ്കിൽ ഒരു വിവരണമോ ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു പക്ഷീനെ കണ്ടോ, ഞാൻ സൂം ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഏതോ ഒരു ദേശാടന കിളിയാണ്, എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ എല്ലാത്തിനും കാണാനും ഒത്തിരി ഭംഗിയായിരുന്നേ. ഇത് കണ്ടോ, കൊക്കൊക്കെ വരുന്ന കണ്ടോ? കാണുമ്പോൾ താറാവിനെ പോലെ തോന്നുന്നു. കൊക്കെല്ലാം നീന്തി കളിക്കുകയാണ്. ഒത്തിരി ഇനങ്ങളുണ്ട്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സാധാരണ നമ്മളെ നാട്ടിൽ കാണാൻ പറ്റുന്നതായിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കളറിലും ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ ഈ സ്നേക്കിൻ്റെ, അതായത് പാമ്പുകളുടെ ആ ഒരു സെക്ഷനിലോട്ട് കയറിയപ്പോൾ വീഡിയോ എടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് നമുക്ക് ഫൈന് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു. എന്തിനാണ് അറിഞ്ഞുകൊണ്ട് വയ്യാവേലി ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ നാട്ടിൽ കാണാൻ പറ്റുന്ന കുറേ ഉണ്ട് കേട്ടോ. ഇനി അടുത്ത വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം എൻ്റെ സൗണ്ട് ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നിർണായ കേട്ടോ. രണ്ടും കൂടെ തല്ല് പിടിക്കുകയാണ് അവിടെ കിടന്നുകൊണ്ട്. പിന്നെ ഇതിനെ അറിയാമല്ലോ, ഞങ്ങൾ കൊച്ചാന്നാണ് കേട്ടോ പറയാം. പക്ഷേ കൊക്ക് എന്ന് പറയുന്നവരുണ്ട്, കൊച്ചി എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിർണായ എന്തോ മീനും കൊണ്ടാണ് പോകുന്നത്. ഇതിന് സമയമാകുമ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട चला गया ചലാഗ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് അതല്ല. അപ്പോൾ സിംഹത്തിനെയൊക്കെ കണ്ട് ലിയമോള് സിംബ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാവേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ പാർട്ട് 2 ഒക്കെ ആക്കി ഇടാം കേട്ടോ, അല്ലെങ്കിൽ ഷോർട്സ് ആക്കി ഇടാം. ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ. അപ്പോൾ എല്ലാം കാണിക്കാനോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ആ ഒരു സൈഡിലൊക്കെ പോയിരുന്നത് മുഴുവനായിട്ടും കണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 11:15 പോയിട്ട് 3 മണിയായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു കേട്ടോ. ഞങ്ങളതാണ് ലാസ്റ്റ് ഇറങ്ങാൻ പോകണം. ലിയമോള് ബിസ്ക്കറ്റ് പിടിച്ചേക്കുന്നത് കണ്ടോ? അതിൻ്റെ ഇടക്കാണ് നിങ്ങൾ ഫ്രണ്ട് പോകുന്നൊരു ഫാമിലീനെ കണ്ടോ, ആ വൈറ്റ് ഷർട്ട് ഉള്ളത്.
അവരാണ് ഈ ഫോട്ടോ ഞങ്ങൾക്ക് എടുത്തു തന്നത് കേട്ടോ. മിഥുവിനോട് ആദ്യം ചോദിച്ചു അവർക്കൊരു ഫോട്ടോ എടുത്തു കൊടുക്കുമെന്ന്. അത് എടുത്തു കൊടുത്തപ്പോൾ അവർ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ആൽബം. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അറിയാതെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടി. അതൊരു മെമ്മറിയായേ. അതിലിനി ഡേറ്റൊക്കെ എഴുതി വെച്ച് അങ്ങനെ വെക്കണം, സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ലിയമോക്ക് ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടമായ സിംഹത്തിനെ തന്നെ. വലിയ പുള്ളീനെയാണ് ലിയമോക്ക് ഇഷ്ടമായത്. കടുവ കിടക്കുന്ന കിടപ്പ് കണ്ടോ, അതിലിപ്പുറത്ത് കണ്ടോ പൂച്ച കടുവേൻ്റെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരൊരു ഫ്രണ്ട്ഷിപ്പിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബായ്.